ആരുമില്ലേ? മക്കൾക്ക് ഒന്ന് കടല മിഠായി ഒന്നും വേണ്ടേ? വേണ്ടേ? എൻ്റെ തല നല്ല രസമുണ്ടല്ലോടാ, അടിപൊളി തല. ആഹാ, ഇലക്ഷനായിട്ട് ആരോ പോയില്ലേ? ഇവിടെ ഈ കടല മൊരിഞ്ഞിരിക്കുന്നത് മാതിരി ഇവിടെ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ ചർച്ച ഇങ്ങനെ മൊരിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ അതങ്ങോട്ട് വാങ്ങി വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട് വെച്ചാട്ടാ, ഒരു ചെരുപ്പെടുത്താൻ വെച്ചാൽ മതി. ഓക്കെ. ഇപ്പം ഇങ്ങൾക്ക് കച്ചവടമൊന്നും വേണ്ട, സാധനമൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു കച്ചവടമായിട്ട് ഇവിടെ വന്നാണ്. എല്ലാവരും ഉണ്ടല്ലോ. നടക്കണ്ടേ? ഞാൻ നടക്കണ്ട്, നടക്കണ്ട. മൈക്കൊക്കെ ഉണ്ടല്ലോ, അല്ല മൈക്കൊക്കെ ഉണ്ട്. പ്രചരണത്തിന് പോയിട്ട് വന്ന വഴിയാ? ആണോ? എന്താ പേരെന്താ? രാജീവൻ, കെ രാജീവൻ. രാജീവൻ. ഈ കതറ് കാണുമ്പോ അറിയാം നമ്മള് കോൺഗ്രസ് അല്ല, CPM ആണ്. ഈ കതറ് എല്ലാവർക്കും ഇടാം. എല്ലാവർക്കും കൂടാ, ഗാന്ധിജി ഇട്ട സാധനല്ലേ? അതെ, ശരി. ഇപ്പൊ ഗാന്ധിജിനെ വേണ്ട, ഗോഡ്സേനെ മതി എന്നാ ചില ആൾക്കാർ. അതെ, അത് പറയുന്നുണ്ട്. നമ്മുടെ പേരെന്താ? എന്റെ പേര് എൻ ദാമോദരൻ. സ്ഥാനാർത്ഥിയാണ് ഇതിനകത്ത്? ആരെയും സ്ഥാനാർത്ഥി ഉണ്ടോ? സ്ഥാനാർത്ഥിയാണ്. അത് ശരി. ഇതിനു മുമ്പ് സ്ഥാനാർത്ഥി ആയിരുന്നോ? ശരി. ഇപ്പൊ ഇപ്പൊ നമ്മള് സിറ്റിംഗ് സ്ഥാനാർത്ഥി ആയിരുന്നു. ആ മണ്ഡലത്തിൽ തന്നെയാണ് നിങ്ങൾ മത്സരം? വേറെ മത്സരം? അത് വനിതയായി പോയാ? അപ്പൊ പലർക്കും പറ്റിയാണ് പണി കേട്ടോ. എന്തെങ്കിലും ചെയ്തേരുന്ന മണ്ഡലത്തില്? പലർക്കും പറ്റിയെന്നുള്ളതല്ല, വനിതകൾക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ടല്ലേ? അല്ല, കൊടുത്തു. പക്ഷെ നമ്മൾ ആ വാർഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ഫലം നമുക്ക് പിന്നെ കിട്ടാണ്ട് പോകണം. പിന്നെ വേറെ ആൾക്കാർക്കായിട്ടൊരു പോകല്ലേ? ഇതൊരു ഭരണ തുടർച്ചയല്ലേ? അതെ. എങ്ങനെ പോകണ്ടേ? തുടരുന്നുള്ള ഉറപ്പാണ്? ഉറപ്പല്ലേ? ഉറപ്പാണ്. നമ്മളാ പേര് അമല ആസാദ്. അമല സ്ഥാനാർത്ഥിയാണോ? സ്ഥാനാർത്ഥിയല്ല. നമ്മളെ ഏത് പാർട്ടിയായിട്ടാണ്? ഇവിടെ LDFന്റെ റെപ്രസെന്റേറ്റീവ്. നാരായണൻ നായർ. LDF ആണോ? അല്ല, UDF. UDF ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി ഇവിടെ ഒരു പറഞ്ഞു ഒരുപാട് വികസനമൊക്കെ നടത്തിയെന്നാണ് പറയണേ. ശരിയാണോ? അല്ലേ? വികസനം കുറേ ഇപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെയാണ്. പിന്നെ വോട്ട് കിട്ടൂലേ? എന്താ പേര്? ഇത് വേണ്ട, ഞാൻ തരൂല. അത് വേണ്ട. എൻ്റെ പേര് വിജയൻ. സ്ഥാനാർത്ഥിയാണോ? അതെ, മേപ്പേര് 8-ാം വാർഡിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ശരി. അപ്പോൾ ഈ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണോ? അല്ല, പ്രചരണത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇത്. അപ്പൊ അതിന്റെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരും. ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ വികസന കാര്യങ്ങളെ പറ്റി കൊട്ടിക്കോടിച്ച് സംസാരിക്കും, അതിനെ കണ്ടിച്ച് സംസാരിക്കണം. അത് ജനങ്ങളെ മനസ്സിലായിട്ട് സത്യാവസ്ഥ ബോധ്യപ്പെടും. BJPക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടോ? ശരിക്കും ഇവിടെ BJPക്ക് അക്കൗണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ നടേശന്റെ ടീമുകൾ, വെള്ളാപ്പള്ളി നടേശന്റെ ടീമുകളൊന്നും പ്രത്യക്ഷത്തിൽ രംഗത്തെത്തിയിട്ടില്ല. വാക്കിലും പിന്നെ പ്രവൃത്തിയിലും പിന്നെ പരോക്ഷമായിട്ട് എല്ലാവരും ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണല്ലോ മത്സരിക്കുന്നത്. ജയിക്കുന്നുള്ള പ്രതീക്ഷയില്ലാലോ സ്ഥാനാർത്ഥിക്ക്. നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിൽ നമ്മുടെ മേപ്പയൂർ പഞ്ചായത്തിലെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJPക്ക് ഒരു 10-40 വോട്ടിന്റെ കൂടുതൽ ഒരു വാർഡുകളിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇനി ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കും വെച്ച് കൊടുത്താം. ശത്രുക്കളായിട്ട് ശത്രുക്കളാണ്. ഇവിടെ കുറെ വീട്ടമ്മമാരിപ്പുണ്ട്. വീട്ടമ്മമാരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങോട്ട് വരാം. സ്ഥാനാർത്ഥിയാണോ? എന്താ പേര്? ലീല സജീവൻ. നല്ല ഉഷാറായിട്ടിരിക്കും. ഏത് പാർട്ടിയുടെ? BJP. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം അംഗം കുറിച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഇതിനു മുമ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടോ? അത് ശരി. എന്തൊക്കെയാണ്? കുടുംബശ്രീയാണോ? അക്ഷയശ്രീ. കുടുംബശ്രീ അല്ല, അക്ഷയശ്രീ. ഇത് എന്ത് ശ്രീയാ? പുഷ്പലത. സ്ഥാനാർത്ഥിയാണ്. ഒരുപാട് വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടോ? വർക്കുകളൊക്കെ നടത്തി. എന്ത് വർക്കുകളാണ്? കരാർ വർക്ക്? അല്ലല്ല, കുടുംബശ്രീ തലത്തിലും ആശാ വർക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ. കുടുംബശ്രീ തലത്തില് അല്ലാത്തതും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നു. നമ്മള് സ്ഥാനാർത്ഥിയാണല്ലോ. ഞാൻ ഫ്ലക്സ് കണ്ടു. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഒരു 15 വർഷം പോരാട്ടമാണ്. നിങ്ങൾ അയലൊക്കെക്കാരാണോ? ഞാൻ ADS, അവർ CDS ആണ്. ഞങ്ങൾ തമ്മിലാണ് മത്സരം. നിങ്ങൾ അയലൊക്കെക്കാരാണ്? അതെ. ശരി. നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്? പ്രാദേശികമായിട്ടുള്ള ചിന്താഗതി തന്നെയാണ് നമ്മളെ പൊളിറ്റിക്കൽ. എന്താണ് ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ? എന്താണ് പ്രാദേശികം വെച്ചാൽ നമ്മളെ ഈ പ്രദേശത്തുള്ള കുടിവെള്ള പദ്ധതി, പിന്നെ അരുമ്പാലപ്പറമ്പ് കോളനിയിലെ കുടിവെള്ളം എത്രയോ വർഷമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ പൂർത്തിയാക്കി ഒരു തുള്ളി വെള്ളം പോലും ആ ടാങ്കിലോ ആ വീട്ടിലോ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മുടെ രാമേന്ദ്രൻ ഇവിടുത്തെ ഇപ്പോഴത്തെ മെമ്പറാണ്. ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. അത് ആർക്ക് ഒഴിഞ്ഞു കൊടുത്താണ്? അല്ല, അത് ഇപ്പോൾ സ്ത്രീ സംവരണമായി. അപ്പോൾ നമുക്ക് വേറെ വാർഡ് കിട്ടിയില്ല. ജനകീയമൊക്കെ കിട്ടിയിട്ടുണ്ട്. 2ാം വാർഡ് ജനകീയമൊക്കെ കിട്ടിയിട്ടുണ്ട്. മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാണ്. ഞാൻ വിചാരിച്ചു ഇപ്പം മത്സരിക്കണ്ടാന്ന്. ഞാൻ CP നാരായണ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ശരി.
ഇപ്പം ഇവര് പറയുന്ന ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ ഈ പഞ്ചായത്ത് തുടങ്ങിയത് മുതൽ നേരെ ഇരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പൂർണ്ണമായും പരാജയമാണ്. അതായത് അധസ്ഥിതമായ ഒരു ഗ്രാമത്തിന്റെ ചേച്ചി വിളിക്കുന്നുണ്ട്. അധസ്ഥിതമായ ഒരു ഗ്രാമത്തിന്റെ വികസനം എന്ന് പറയാൻ കൃഷിയും വ്യവസായവും. ഇവിടെ ഏകദേശം 300 ഏക്കർ സ്ഥലമാണ് കരുവോട് ചെറിയൽ. അവിടെ 15 കൊല്ലമായി തരിശായിട്ടിരിക്കുക. ഇവിടെ കൊഴുക്കലൂർ പാടശേഖരത്തിലും നരക്കോട് പാടശേഖരത്തിലും ഏകദേശം കണ്ടഞ്ചെറിയിലും ഏകദേശം 200 ഏക്കർ വേറെയുണ്ട്. മൊത്തത്തിൽ 500 ഏക്കർ. ഇതൊക്കെ തന്നെ 15 കൊല്ലമായി തരിച്ചിട്ടിരിക്കുക. കൃഷിയില്ല. ഇവിടുത്തെ പഞ്ചായത്ത് ഉണ്ട്. ഞാൻ കൃഷിയൊക്കെ അതിന് ഭൗതിക സാഹചര്യമില്ല. അതാണ് നെല്ലും വിത്തും ഒന്നും കിട്ടുന്നില്ല. വിത്ത് കിട്ടാത്തതുകൊണ്ടല്ല, അവിടെ എന്താ പറഞ്ഞാൽ വെള്ളം എത്തിക്കാനുള്ള മറ്റ് ആ രീതിയിലുള്ള ഭൗതിക സാഹചര്യം വരുന്നല്ലോ. എന്താ വെള്ളം എത്തിക്കാത്ത? എന്താണ് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. വെള്ളം കിട്ടാത്തതല്ല പ്രശ്നം. ഒരു സമഗ്രമായ പദ്ധതി കാഴ്ചപ്പാട് വേണം. ഈ കൃഷി, നെൽകൃഷി അതുപോലുള്ള സംഗതികൾ. ഞങ്ങളെ പാർട്ടി CPM സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ജൈവ പച്ചക്കറി കൃഷി അതുപോലുള്ള സംഗതികളൊക്കെ ഇപ്പൊ ആലോചിച്ച് വരികയാണ്. പുതിയ ഒരു ഈ പഞ്ചായത്തില് നമ്മുടെ വാർഡില്, നിങ്ങളുടെ വാർഡില് ചെയ്ത ഈ 5 വർഷം കൊണ്ട് ചെയ്ത 2 വികസനം പറയും, പെട്ടെന്ന് പറയാമോ? പെട്ടെന്ന് പറയാലോ. ഇവിടെ ഈ വാർഡിൽ 65 ലക്ഷം റുപ്യ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വെച്ച് കല്ലങ്കി അരിക്കുളം റോഡ് പ്രവൃത്തി നടന്നു, ടാറിങ് നടത്തി. അവിടെ ഇനി കുറച്ചുകൂടി വർക്കുണ്ട്, അതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെക്കും. നിരവധി റോഡുകൾ ടാർ ചെയ്തു. രണ്ടാമത്തെ അതുപോലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അരിമ്പാലംപറമ്പ് കുടിവെള്ള പദ്ധതി, അതൊക്കെ അരിമ്പാലംപറമ്പ് കുടിവെള്ള, ഈ അമ്പാട്ടുമൽ കുടിവെള്ള പദ്ധതി, അരിമ്പാലംപറമ്പ് കുടിവെള്ള പദ്ധതി, ഇതിനെല്ലാം ഫണ്ട് വെച്ചു. ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിച്ചു പോകണം. വികസനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഒരു സ്ഥലത്ത് വെച്ച് അവസാനിപ്പിക്കാനാവില്ല. ആളുകൾ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരും. അപ്പോൾ അത് പരിഹരിക്കണം. ഒരു ഫണ്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണ്ടുപിടിക്കില്ല. മാണിക്കോത്ത് കോളനി, അരിമ്പാലംപറമ്പ് കോളനി നിവാസികൾക്ക് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയെന്ന് പറഞ്ഞിട്ട് ഫണ്ട് അനുവദിച്ചതിന്റെ രേഖയെടുത്ത് ഇവിടുത്തെ 100 മീറ്റർ അകലെയാണ് ഈ പറയുന്ന കാര്യം. അവിടെ പോയാൽ തുരുമ്പ് പിടിച്ച മിഷ്യനും അതുപോലെ പ്രവർത്തനരഹിതമായിട്ടുള്ള പമ്പ് ഹൗസും ഇവിടെ 100 മീറ്റർ അവിടെ പോയാൽ നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിലൊരു തുള്ളി കുടിവെള്ളം പോലും ഇല്ല. ഇതാ 100 മീറ്റർ ആവുള്ളൂ. അതെന്താണ് മാറ്റി കൊടുക്കാത്ത? കുടിവെള്ള പദ്ധതി പഞ്ചായത്തിന്റെ ഒറ്റ പദ്ധതിയായിട്ടല്ല വരുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് പഞ്ചായത്ത് ഇത് പദ്ധതി ഫണ്ട് വെക്കുന്നത്. 5 കൊല്ലം ഉണ്ടായില്ലേ? 5 കൊല്ലത്തിലല്ല, പഞ്ചായത്തിന്റെ പദ്ധതി ഫണ്ടിൻ്റെ അകത്ത് എല്ലാ വാർഡുകൾക്കും ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം റുപ്യാണ്. അത് വെച്ചിട്ടാണ് പഞ്ചായത്ത് പദ്ധതി ഉണ്ടാക്കുന്നത്. അപ്പോൾ പദ്ധതി ഉണ്ടാക്കുമ്പോൾ കുറെ കാലത്തെ ദീർഘമായ കാലത്തെ അളവിലേക്കാണ് ഓരോ പദ്ധതിയും വരുന്നത്. മോട്ടോർ മാറ്റാൻ അധികം പൈസ വരില്ലല്ലോ. മോട്ടോർ മാറ്റാത്ത പ്രശ്നം മാത്രമല്ല, ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതി ഒരു 10% ഗുണഭോക്തൃ വിഹിതമാണ് പഞ്ചായത്തിന്റെ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കാത്തത് കൊണ്ട് തന്നെ 10% ഗുണഭോക്തൃ വിഹിതം അടയ്ക്കാൻ കഴിയാത്ത കോളനി നിവാസികളാണ്. അപ്പോൾ സർക്കാരിലേക്ക് അയച്ചു. ഇതിങ്ങനെ 10% ഗുണഭോക്തൃ വിഹിതം അടയ്ക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ സർക്കാർ നടപടി ആയി വരുമ്പോൾ അതൊരുപാട് താമസം പിടിച്ചു. ആ താമസം പിടിച്ചതിന്റെ ഫലമായിട്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന മോട്ടോർ കേടായിപ്പോയി. അതിന് പകരം മോട്ടോർ ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ടാങ്കിന്റെ പണി കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കാക്കാം അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഈ കുടിവെള്ള പ്രശ്നം മാത്രമല്ല, ഈ വികസന രേഖ എന്ന് പറഞ്ഞാൽ മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് ഇറക്കിയാണ്. ഈ വികസന രേഖ തയ്യാറാക്കിയത് ഞാൻ പറയാം. ഈ വികസന രേഖ തയ്യാറാക്കിയത് ഈ 11-ാം വാർഡിലെ രാമേന്ദ്ര മാഷും ഞാൻ ഇതിന്റെ കൺവീനറാണ്. ഈ വികസന രേഖ തയ്യാറാക്കാൻ വേണ്ടി ഇത് കക്ഷി രാഷ്ട്രീയത്തിൽ അതെല്ലാം നടത്തിയ വികസനത്തിന്റെ ചെറിയ ഒരു നഖചിത്രം അതിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പുന്നച്ചാൽ പാറച്ചാൽ കുടിവെള്ള പദ്ധതിക്ക് 1,21,950 രൂപ അനുവദിച്ചു. നടപ്പിലായതാ. പുന്നച്ചാലിൽ പാറച്ചാലിൽ കുടിവെള്ള പദ്ധതി, ഇങ്ങനെ ഓരോ കുടിവെള്ള പദ്ധതിൻ്റെ വരുന്നുണ്ട്. ഈ അമ്പാട്ടുമൽ കുടിവെള്ള പദ്ധതിക്ക് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ അരിമ്പാലംപറമ്പ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ഈ 11-ാം വാർഡിലാണ്. ഇവിടെ 88,270 റുപ്യ അതിന് വകയിരുത്തിയിട്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ മേപ്പയൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലേ, ഈർച്ചമില്ലിൻ്റെ മേൽക്കൂര വിലയുള്ളത് 10 കൊല്ലം മുമ്പിട്ട് അതിന് 1,57,000 റുപ്യ ചിലവാക്കിയത്. എന്തെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡ്. അതിനൊരു ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനം ഇവിടെ. ആ ഒരു സൈഡിൽ ഇതിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സും ബാക്കിയുള്ള സ്ഥലം ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനൊന്നും ഇവർ കൊള്ളില്ല. അതാണ് അതിന് കാരണം. ഇവിടെ 88,000 രൂപ ഈ കുടിവെള്ള പദ്ധതിക്ക് അനുവദിച്ചെന്ന് പറഞ്ഞത് തെറ്റാണ്. 8 ലക്ഷം രൂപയോളം വിവരാവകാശ നിയമപ്രകാരം 8 ലക്ഷം രൂപയോളം ഈ കുടിവെള്ള പദ്ധതിക്ക് 2003-2004 വർഷം 1,82,000 രൂപയും 2004-2005 വർഷം 95,000 രൂപയും 2005-2006 വർഷം 32,563 രൂപയും 2006-2007 വർഷം 66,850 മൊത്തം 8 ലക്ഷത്തിലധികം 7 ലക്ഷത്തിലധികം രൂപ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി
ഇവിടെ നടത്തിയിട്ടും യാതൊരുവിധ ഒരു തുള്ളി വെള്ളം പോലും ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കും ഈ പ്രദേശത്ത് കിട്ടിയിട്ടില്ല. എന്താ പറയാ, അതായത് കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോളനിയിൽ പിന്നെ ഈ പ്രദേശത്ത് ഈ പരിപാടി നടന്നുകൊണ്ട് ആ കോളനി നിവാസികളെങ്കിലും ഒരു ഗുണമുണ്ടാവണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും കുടിവെള്ളം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഉള്ള 14 കുടുംബങ്ങളിൽ ബാക്കി 12 പേരും APL ലിസ്റ്റിലാണുള്ളത്. സാംബവന്മാരാണ്. സാംബവന്മാർ APL ലിസ്റ്റിൽ ഈ നാട്ടുകാർ ഇവിടെയുള്ള ഗ്രാമസഭയും പഞ്ചായത്ത് മെമ്പറും പിന്നെ ഒരു പാർട്ടിയാണ്, ഒരു പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷമുണ്ട്. അപ്പോൾ 2 പേരും ചേർന്നുകൊണ്ടാണ് ഈ ചതി ചെയ്തത്. അപ്പോൾ ഇത്രയും അവർ BPL പെടേണ്ടതാണെന്ന് അവിടെ ചെന്ന് നോക്കി അറിയാം. അവിടെയുള്ള അവിടെയുള്ള വീടുകളും ഇവിടെ മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് ഗൾഫുകാരെ പഞ്ചായത്ത്. മറ്റൊരു കാര്യോട് ഞാൻ പറയാം, അതായത് മേപ്പയൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന റെസ്റ്റോറൻറ്റ് അവർ പറയാണ് ഇത് അട്ടപ്പാടിയാണോ, നരക്കോടി അടുത്തൊരു സംഭവ കോളനിയുടെ ഫോട്ടോ വെച്ച് പറയും ഇത് അട്ടപ്പാടിയാണോ. അത്രയും ഉള്ള ഇവരിപ്പോ പിന്നെ സംഭവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പിന്നോക്കക്കാരെ പറ്റി പറയുന്ന BJP ആണല്ലോ. ഈ ഉത്തരേന്ത്യയിൽ അമ്പലത്തിൽ പോയ പിന്നോക്കക്കാരനെ വെട്ടി 90 വയസ്സ് പ്രായമുള്ള ആളെ വെട്ടിക്കൊന്ന് ചുട്ടുകരിച്ച ആളുകളാ. അതവിടെ നിൽക്കട്ടെ. ഈ മേപ്പയൂർ പഞ്ചായത്തിലെ കോളനികൾ, മേപ്പയൂർ വികസന കാര്യങ്ങളാണ് പറയുന്നത്. വികസന കാര്യങ്ങൾ ആരും വേളം വെക്കണ്ട, അന്താരാഷ്ട്ര വേളം വെക്കേണ്ട കാര്യമില്ല. വികസനത്തെ പറ്റി പറയട്ടെ, പ്രാദേശിക വേളം വെക്കല്ല. എന്തിനു നമ്മള് വേളം ഉണ്ടാക്കിയില്ലല്ലോ, വേളം ഉണ്ടാക്കുന്നത് APL BPL തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റാ പറയുന്നത് വെട്ടിക്കുറയ്ക്കണം. ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന 26 റുപ്യ വരുമാനമുള്ള ആള് APL ആണ്. 33 ഉറുപ്പിക വരുമാനമുള്ള നഗരങ്ങളിൽ APL ആണ്. ഈ നിയമം കൊണ്ടുവരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച്. ഒരു ചെറുപ്പക്കാരെ സംസാരിക്കട്ടെ. എന്താ പേര്? ലിഗേഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ വയറിങ്ങിന്റെ പണിക്കാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വയറിങ്ങിന്റെ പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു, ഇല്ലേ? ഇപ്പം നമ്മുടെ ഈ ഒരു സാമ്പത്തിക ചുറ്റുപാടും അനുസരിച്ചിട്ട് ഈ 5 വർഷം കൊണ്ട് ഇവർ മുമ്പോട്ട് വെച്ച വികസന പരിപാടികൾ നിങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ്. എന്താണ് നിങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വികസനം നടന്നിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നടക്കുകയാണെങ്കിൽ ഒരു വികസനം നടന്നിട്ടില്ല. പഞ്ചായത്ത് നടത്തിയിട്ടില്ല. നാട്ടിലെ മെമ്പറുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇവിടെ വികസനം നടന്നത്. അതന്നെ ഒരു പഞ്ചായത്തല്ലേ, മെമ്പർമാരല്ലേ? പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഭരിക്കുന്നത് ആള് നോക്കണമല്ലോ. ഭരിക്കുന്നത് നിങ്ങളുടെ മെമ്പർ നടത്തിയിട്ടുണ്ടെന്നാണ്. അത് ശരി. നിങ്ങളുടെ മെമ്പർ ആരാണ്? മെമ്പറാണ് രാമേന്ദ്ര മാസ്റ്റർ. അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇവർ നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കോൺഗ്രസിന്റെ ഇവിടെ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഒന്ന് പറഞ്ഞ പഞ്ചായത്തിനകത്ത് വികസനം നടന്നിട്ടില്ലെന്നാ. പഞ്ചായത്ത് മൊത്തം ഓരോ വാർഡിനകത്തേക്കും വെക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ വികസനം നടന്നത്. അത് പഞ്ചായത്തിന്റെ ഗുണമായിട്ട് കാണണം. ഇല്ല, അത് വാർഡ് മെമ്പർക്ക് ഒരു വാർഡിനകത്തേക്ക് മാത്രമായിട്ട് വികസനം നടത്തണമല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം കുടിവെള്ള പദ്ധതിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ 20 ലക്ഷം റുപ്യയും 10 ലക്ഷം റുപ്യയും പദ്ധതി വീതം വെച്ച കുടിവെള്ള പദ്ധതി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ വികസന രേഖ ണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡിന്റെ കാര്യം സൂചിപ്പിച്ചത് മേപ്പേർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ആകെ പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുന്ന എന്നുള്ള രൂപത്തിലാണ്. മേപ്പേർ ബസ് സ്റ്റാൻഡ് അത്ര സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ സമീപപ്രദേശം എവിടെയും കാണാൻ പറ്റില്ല. സൗകര്യം എന്ന് പറയുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സൗകര്യമല്ല. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിന്റെ MP എന്നെ ഒരിക്കലും മേപ്പേറിനകത്ത് വന്ന് വലിയ പരിപാടിക്കകത്ത് വെച്ചിട്ട് അനൗൺസ് ചെയ്തു, പിന്നെ ബസ് സ്റ്റാൻഡിനകത്ത് ഫണ്ട് തരാം, ആശുപത്രിക്ക് ഫണ്ട് തരാം. എത്ര പൈസ കോൺഗ്രസ്സുകാർക്ക് ഈ മേപ്പേർ പഞ്ചായത്തിനകത്തേക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? ഒരു തരത്തിലും പറ്റിയിട്ടില്ല. മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ട ആശുപത്രിക്ക് പിന്നെ ആ മേഖലയെ കൊടുത്തിട്ടില്ല. അതേ സ്ഥാനത്ത് ഇവിടെ 8 ലക്ഷം റുപ്യയുടെ ഒരു നടപ്പാത മുല്ലപ്പള്ളി, മേലെ ഇപ്പറഞ്ഞ കോളനിയിൽ 2 ലക്ഷം റുപ്യയുടെ നടപ്പാത, 10 ലക്ഷം റുപ്യ 2014-15 വർഷം ഈ വാർഡിനെ മുല്ലപ്പള്ളിനെ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ പറയണത് ഇപ്പൊ ഈ വികസന രേഖകളൊക്കെ മാറ്റി ഇവിടെ പറയണത് APL കൊണ്ടുവന്നത് APL കട്ട് ചെയ്യണമെന്ന് പറയുന്നത് മോദി ഗവൺമെന്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അല്ല, അതിന് കാര്യം 1.5 കൊല്ലം മോദി 12 മാസം വലിയൊരു കാലമാണ്. 5 കൊല്ലം ഭരണത്തിന്. അതെ, ഇവര് 2006-2007 വർഷത്തെ നേട്ടം പറയുമ്പോൾ അരിമ്പാലപ്പറമ്പ് നിവാസി കുടിവെള്ളം എത്തിച്ചെന്നവർ പറയുന്നത്. അതിനുശേഷം പറഞ്ഞ പിന്നെ വിവരാവകാശത്തിന് ആൾ കൊടുത്തിട്ട് കിട്ടിയ പറയുന്നത്. പിന്നെ 2003-2004 1,82,562 റുപ്യ തുടങ്ങിയിട്ട് 2013-14 88,288 റുപ്യ വരെ കൊടുത്തിട്ട് അതിന് 2 ടാങ്ക്, സാധാരണ കുടിവെള്ളത്തിന് 1 ടാങ്ക്, ഇവിടെ 2 ടാങ്ക് കെട്ടി. 2 ടാങ്ക് കെട്ടി എന്താ വെച്ചാൽ കരാർ എന്ത് പണിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെങ്കുത്താരുള്ള ഒരു സ്ഥലത്ത് എന്ത് വെച്ചാൽ തറനിരപ്പ് ശരിയാക്കണ്ട് ആ ടാങ്ക് വെക്കുന്ന ടാങ്ക്. എന്തിനാണ് സ്ഥാനാർത്ഥി എന്താണ് അങ്ങനെ 2 ടാങ്ക് കെട്ടിയത്? 2 ടാങ്ക് കെട്ടിയെന്ന് വെച്ചാൽ അത് ഓരോരോ 2 വീട്ടുകാർക്ക് കൂടിയാണോ? 2 വീട്ടുകാർക്ക് കൂടിയല്ല. പിന്നെ അത് ആദ്യത്തെ ടാങ്കിന് എന്തോ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ലീക്ക് ഉണ്ടായ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?
അല്ല ഇത് പൈസ ഏതോ വഴിക്ക് പോകുകയാണ്. ഇവിടെ BPL പല അപാകതയുണ്ട്. ഇവിടെ ഏറ്റവും പാവപ്പെട്ട ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം അല്ല ഈ വാർഡിൽ തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഭയങ്കര പൈസക്കാരെ 4 തട്ട് വീടുള്ളവൻ അതൊന്ന് പരിഹരിക്കണം. അതാ നമ്മൾ നിങ്ങൾ വാർഡിൽ ഒന്നിച്ച് പോയിട്ടൊന്ന് അന്വേഷിച്ചു. ഇവിടെ പാവക്കെട്ട് അച്ഛനും അമ്മയും ഇല്ലാണ്ട് മക്കൾ പട്ടിണി കിടക്കുന്ന മക്കൾക്ക് 6 കിലോ അരിയൊക്കെയാണ് ഉള്ളത്. ഒരൊറ്റ കാര്യത്തിനാണ് പൊതുവായിട്ടൊരു മറുപടി പറയുന്നത്. APL BPL സംവിധാനത്തിൽ CPMന്റെ അഭിപ്രായം എന്ന് പറയുന്നത് APL BPL വ്യത്യാസമില്ലാതെ ഓരോ കുടുംബത്തിനും 35 കിലോ ഭക്ഷ്യധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. അതിനാകെ ആവശ്യമുള്ള തുക എന്ന് പറയുന്നത് 1,15,000 കോടിയാണ്. ഇത് 128 കോടി വരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് 1,15,000 കോടി. എന്നാൽ 100-ൽ താഴെ വരുന്ന ശതകോടീശ്വരന്മാർ, ആ ശതകോടീശ്വരന്മാർക്ക് ഓരോ വർഷവും മൻമോഹൻ സിംഗ് 5.5 ലക്ഷം കോടിയാണ് ഒരു വർഷം മാറ്റിവെക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി 6 ലക്ഷം വീതം മാറ്റിവെക്കുന്നു. 1,15,000 കോടിക്ക് പണമില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ആ BPLന് നേരത്തെ 25 കിലോ ഭക്ഷ്യധാന്യം എന്നുള്ളത് 17 കിലോ ആയി കുറച്ചു. APL വിഭാഗത്തിന് നേരത്തെ ഉണ്ടായിരുന്ന 10 കിലോ എന്നുള്ളത് ഈ മാസം 5 കിലോ ആണ് കിട്ടിയത്. ഞങ്ങൾ തുടർച്ചയായ റേഷൻ കടക്കലും ഗവൺമെന്റ് നയത്തിനെതിരെയും പ്രക്ഷോഭമാണ്. അപ്പൊ ഈ APL BPL എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തുമായി യാതൊരു ബന്ധവുമില്ല. അവർ ഈ നരേന്ദ്രമോദിയോടാണ് ഈ കാര്യം പറയേണ്ടത്. അരമണിക്കൂർ പരിപാടി 1 മണിക്കൂർ ആക്കരുത്. 2009 BPL പട്ടികയിൽ അതിന്റെ ആധികാരിക രേഖകൾ എന്റെ കയ്യിലുണ്ട്. 2009 BPL പട്ടികയിൽ പാവപ്പെട്ടവരായ ആളുകൾ തീർത്ത് BPLും പണക്കാർ 5 സെന്റിൽ താഴെയുള്ളവർ മുഴുവനും BPL, അധസ്ഥിതര BPL, പറയന്മാരും അപ്പോൾ അല്ല, ഇത് ഉദ്യോഗസ്ഥന്മാരുടെ വഴിപറിക്കല്ല. ഇത് നിക്ഷിപ്ത താല്പര്യക്കാർ, രാഷ്ട്രീയക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളെ തിരികെ കയറ്റി അർഹതപ്പെട്ടവരെ തഴഞ്ഞുകൊണ്ട് ഇവിടുത്തെ BPL ലിസ്റ്റിൽ അർഹതപ്പെട്ടവരെ തഴഞ്ഞ് സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതിന്റെ വ്യക്തമായ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ വരുന്ന 5 കൊല്ലം നടപ്പാക്കുന്ന പദ്ധതികൾ. മേപ്പയൂർ പഞ്ചായത്തിലാണ് ഏറ്റവും മെച്ചപ്പെട്ട കോളനികൾ ഉള്ളത്. അത് 63 മുതൽ ഇടതുപക്ഷം ഭരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. മേപ്പയൂർ പഞ്ചായത്ത് ഇന്ന് കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെ ഏറ്റവും സ്വൈര്യവും സമാധാനമുള്ള ഒരു പഞ്ചായത്താണ്. കാരണം അത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളത് കൊണ്ടാണ്. ഈ കോളനിയിൽ എല്ലാവർക്കും വീടുകളൊക്കെ കോളനിയിൽ വീടുകളുണ്ട്, അതിനെയും പരിഹരിക്കേണ്ടതുണ്ട്. വീടുകളുണ്ട്, കോളനിയിൽ സ്ഥലം കൊടുത്തത് ഞങ്ങളാണ്. വീട് ഇത് എന്താന്ന് വെച്ചാൽ 10-15 വർഷം മുമ്പ് ശൗചാലയമുണ്ട്. ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. നരേന്ദ്രമോദിയുടെ വികസനം ഗ്രാമങ്ങളിലെത്തിക്കും. വികസനം അവിടെ എത്തിക്കും എന്ന് പറഞ്ഞാൽ അതിനൊരു അജണ്ടയില്ലേ? എന്താണ് അജണ്ട? അരിമ്പാലപ്പറമ്പ് കോളനി പോലെയുള്ള വിഷയങ്ങൾ ഒരിക്കലും ഈ പ്രദേശത്ത് ഉണ്ടാകില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ. അത് മാത്രമല്ല, അതുപോലെ അഴിമതി, അരിമ്പാലപ്പറമ്പ് കോളനി നേരത്തെ സംഭവിച്ച അഴിമതി അതിവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഈ വാട്ടർ ടാങ്ക് 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൈസ കൊണ്ടുപോയത്? ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ ആ കോളനിയിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരികയാണ്. കഴിഞ്ഞ 52 വർഷക്കാലമായി മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് ഒരേ കക്ഷി ഭരിക്കുന്ന ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും കാരണം അവർ തന്നെയാണ്, വേറെ പറയാനില്ല. ആ 52 വർഷക്കാലത്തെ പ്രവർത്തനരഹിതമായ കാര്യങ്ങളെ ഒരു കുറ്റപത്ര രൂപത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഈ 5 വർഷം ഈ വാർഡ് മെമ്പറായിരുന്നു. ഇവിടെ ഏറെ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MP തുടങ്ങിയ ഫ്ലഡ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്ന് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ യാത്രാ പ്രശ്നത്തിന് അറുതി വരുത്താൻ വേണ്ടി ഒരു ജീപ്പ് സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്. ഇവിടെ വിധവാ പെൻഷൻ, അതുപോലെ സമ്പൂർണ്ണ പെൻഷന്റെ ഭാഗമായി ഇവിടെ കിട്ടാവുന്ന ആളുകൾക്ക്, നോംസിനിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും അതിനുവേണ്ടി ഒരു പ്രത്യേക സിറ്റിംഗ് വെച്ച് അറ്റസ്റ്റേഷൻ വരെയുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് നടത്തി. ഇപ്പൊ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതിയായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചു. UDFന്റെ രാമേന്ദ്ര മാഷ് ഞങ്ങളെല്ലാം യോജിച്ചുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ചെയ്തത്. അന്ന് 3 ലക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അതിന്റെ വരുമാനം 3 ലക്ഷം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ 1 ലക്ഷമായി വെട്ടിക്കുറച്ചു. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് 43 ലക്ഷം പെൻഷൻ വാങ്ങുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അതിൽ കണ്ണ് കാണാത്ത ആളുകളുണ്ട്, വികലാംഗരായിട്ടുള്ള ആളുകളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്. ഇങ്ങനെ 43 ലക്ഷം ആളുകൾക്ക് 7 മുതൽ 11 മാസം വരെ കുടിശ്ശികയാണ്. കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് 500 റുപ്യ വാങ്ങുന്നതിന് നേരത്തെ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം വീട്ടിലെത്തിക്കുന്ന സംവിധാനം മാറി
ആളുകളെ കൈയും കാലും തളർന്ന ആളുകളെ ബാങ്കിന്റെ മുന്നിൽ എടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു. UDFന്റെ ഭാഗമായി ഈ പഞ്ചായത്തിനെതിരായി കഴിഞ്ഞ 5 വർഷവും ഒരു പ്രക്ഷോഭം പോലും നടത്തിയിട്ടില്ല. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ വികസന പ്രവർത്തനം എത്തിക്കുന്നതിന് വേണ്ടി യോജിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. നാളെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലും UDFനെയും BJPയെയും വികസന കാര്യത്തിൽ സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. ഞാൻ മേപ്പയ്യൂർ ടൗണിലെ 8ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. പക്ഷേ 17ാം വാർഡിലെ ഒരു വോട്ടർ കൂടിയാണ്. ഞങ്ങളുടെ റോഡിന്റെ കാര്യം ഇപ്പൊ മുൻപ് പറഞ്ഞ ആളാണ് ഞമ്മളുടെ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യാൻ? ഞാൻ ആദ്യം ചെയ്യാൻ മേപ്പയ്യൂരില് ബസ് സ്റ്റാൻഡിൽ, അതായത് ഇത് പോയി നോക്കിയാൽ മാലിന്യ കൂമ്പാരമാണ്. അവിടെ കൊതുകുകളും അരിച്ചു നടക്കുക, ഇറച്ചിക്കട മാലിന്യങ്ങൾ ഒരു ഭാഗത്ത്, തെരുവോരങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ഒരു ലൈറ്റ് ഇല്ല. പിന്നെ തെരുവ് പട്ടികളാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ അത് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്നത്. അതുമതി നമ്മളൊരു ശൗചാലയമുണ്ട് മേപ്പയൂർ ടൗണിൽ. മദ്യത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും പാൻപരാഗിൻ്റെയും ബീഡിപ്പുകയുടെയും മണം കൊണ്ട് അതിലൊന്ന് പോയാൽ എന്തിനു പോയതാണോ അത് ചെയ്യാതെ ഛർദ്ദിച്ച് പിന്തിരിഞ്ഞോടേണ്ടി വരും. അതിന് 3 റുപ്യ ടിക്കറ്റും വാങ്ങുന്നുണ്ട്. അപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതി, സ്വച്ഛ് ഭാരത് പദ്ധതി, ഈ പദ്ധതികൾ കൂടി വികസനത്തിന് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഞാൻ എൻ്റെ വാർഡിൽ നിന്ന് ജയിച്ചു പോയാൽ. ജയിച്ചു കഴിഞ്ഞാൽ ബീഫ് നിരോധിക്കോ? ബീഫ് നിരോധിക്കില്ല. ആർക്ക് ഇഷ്ടപ്പെട്ടത് എന്തും കഴിക്കാം. ആർക്ക് ഇഷ്ടപ്പെട്ടതോ എന്തും കഴിക്കാം. ഇവിടെ ആരും ബീഫ് നിരോധിച്ചിട്ടില്ല. ഇവിടെ BJPക്കാർ പറയുന്നത് ഞങ്ങൾ നരേന്ദ്രമോദിന്റെ വികസന സങ്കല്പങ്ങൾ കേരളത്തിലെ നെടുമ്പോലിനകത്ത് പ്രാവർത്തിയാക്കുന്ന. നരേന്ദ്രമോദി ഇവിടെ വന്നതിന് ശേഷം എന്ത് വികസനം നടത്തി? ഇവിടെ നടത്തിയ ആകെ എന്താ പറഞ്ഞാൽ അദാനിക്ക് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 20,000 കോടി രൂപേന്റെ ആസ്തി വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ പറഞ്ഞ പോലെ വിജയ് മല്യക്ക് ഞാൻ പറയട്ടെ വിജയ് മല്യക്ക് 5000 കോടി രൂപ വിജയ് മല്യക്ക് കടമെഴുതി തള്ളിക്കൊടുത്തു. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊരു വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വിദ്യാർത്ഥിയാണ്. 1,60,000 രൂപ ഞാൻ എൻ്റെ പേരിൽ SBT 12% പലിശയ്ക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പണം പിരിക്കാൻ വേണ്ടി ഇപ്പം ചുമതലപ്പെടുത്തിയിരിക്കുന്ന റിലയൻസിനെയാണ്. ആ തരത്തിലുള്ള വികസനമാണ് ഈ BJP ഇന്ത്യക്കകത്ത് പ്രാവർത്തിയാക്കിയിട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ മനുഷ്യന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മേപ്പയൂർ പഞ്ചായത്തിനകത്ത് ഇത്രയും കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിനകത്തുള്ള ഒരു മതേതര ഭരണം നിലവിലുള്ളതുകൊണ്ടാണ് ഇത്രയും ഐക്യത്തോടുകൂടി നമുക്ക് ഈ പ്രദേശത്ത് ജീവിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവർ ഈ നാടിനകത്ത് അധികാരത്തിൽ വന്ന വികസനമല്ല ഇവർ നടപ്പിലാക്കുക. നമ്മൾ ഓണസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഒരു ബീഫ് ഫ്രൈയും 2 പൊറാട്ടയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് 4 ആൾ വന്ന് വെട്ടിക്കൊല്ലുക. ആ കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഇന്ത്യക്കകത്ത് നടപ്പിലാക്കുന്നത്. ആ വികസനമല്ല മേപ്പയൂരിൽ വേണ്ടത്. ഇവിടെ കോഴിക്കോട് മാറാട് സംഭവം നടന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ലാണ്ട് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാലും പറഞ്ഞോ? അപ്പോൾ ഇതുപോലത്തെ സംഭവം നടക്കുമ്പോൾ ക്രമസമാധാനം തകർച്ച വരുമ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ച ചരിത്രം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ മുദ്രാ ബാങ്ക് 1 രൂപയ്ക്ക് ഇൻഷുറൻസ് പദ്ധതി, 330 രൂപ ഇൻഷുറൻസ് പദ്ധതി, ഇതൊക്കെ പാവപ്പെട്ടവർക്കല്ലേ? ഏത് കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണ്? ആഞ്ചേരി എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് 2 ലക്ഷം രൂപ ആഞ്ചേരി എന്ന സ്ഥലത്ത് ആൾക്കാർ 2 ലക്ഷം രൂപ കിട്ടിയത് ഞങ്ങളെ ഈ പദ്ധതി, ഞങ്ങളെ പദ്ധതിയല്ല, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി. നരേന്ദ്രമോദി സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നതാണ്. അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് മനസ്സിലാവുകയും ചെയ്യും. ഇത് ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പാണ്, അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പല്ല. ഇവിടെ ഈ ഗ്രാമത്തിന്റെ ഈ പഞ്ചായത്തിന്റെ കാര്യമാണ് പറയേണ്ടത്. ഈ പഞ്ചായത്ത് ഞങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇത് എന്റെ ഭരണ നേട്ടത്തിന്റെ വെല്ലുവിളിയാണ്. ഈ പഞ്ചായത്ത് പറയട്ടെ. പിന്നെ 22,000 ഉറുപ്പിയായിരുന്നു നായനാർ ഭരിക്കുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ UDF വന്നപ്പോ അത് 3 ലക്ഷമാക്കി മാറ്റി. ഇവരെ അത് കൊടുക്കണ്ടാ? അതെ, പെൻഷന്റെ ഏറ്റവും 22,000 രൂപയായിരുന്നു. 22,000 ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഭരണത്തിലാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഭരണത്തിലാണ്. ഇത് തോറ്റതല്ലേ? ഇതിവിടെ നടക്കാൻ പോകുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതെ. ഇവിടെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനോ ഒന്നും തന്നെ പ്രസക്തി വേണ്ടത്രയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും, ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള അല്ലെങ്കിൽ പോലും മതേതരത്വത്തിനെതിരായ ഭീഷണിയൊക്കെ തന്നെ നമുക്ക് പ്രശ്നങ്ങളാണ്. പക്ഷെ അത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിനെതിരായി വരുന്ന ഏത് ആക്രമത്തെയും വെല്ലുവിളിക്കാൻ ഇന്ന് ശക്തിയുള്ള ഒറ്റ കക്ഷി, ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് തന്നെയാണ്. അതാ ഒരു കോളനി നിവാസി, ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഇത്രയും നേരം ഇവർ സംസാരിച്ച ആ കോളനിയിൽ താമസിക്കുന്ന ആളാണ് അല്ലേ? അവിടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഒരു തുള്ളി വെള്ളം ഇതുവരെ കിട്ടിയില്ല. ഉദ്ഘാടനം ചെയ്തപ്പോൾ കിട്ടിയില്ലേ?
അത് കണ്ടത് കോരി കുടിച്ചല്ലേ. വെള്ളത്തിന്റെ ഭയങ്കര പ്രശ്നം. അരിമ്പാലം പറമ്പ് കുടിവെള്ള പദ്ധതിക്ക് അവിടെ ഒരു കിണറായിട്ടുണ്ട്. ടാങ്കിന്റെ ഒരു ഫൈബർ ടാങ്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പണി നടത്തിയിട്ടുണ്ട്. കറണ്ട് കിട്ടുന്നതിന് വേണ്ടി പൈസ അടച്ചിട്ടുണ്ട്. പുതിയ മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേഗത്തിൽ തന്നെ നടക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകളിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ടിന് വേണ്ടി മാനദണ്ഡമാക്കുന്നത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് ഏശുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൈക്കാരുടെ ചേട്ടനാണ് ഇല്ല ആരെയും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കപ്പലിൽ വെക്കാൻ വന്നതാണ്. ആഹാ ചേട്ടൻ ആള് കൊള്ളാലോ. ഇവിടെ ആള് കടയിലില്ല എന്ന് വിചാരിച്ചിട്ട് ഇതേ കണ്ട ഇത് കാര്യമാക്കി വെച്ചാ. എൻ്റെ ദൈവമേ, ഇവിടെ കുറേ നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല. കടലേ പോയി വോട്ട് മേടിക്ക്. ൂർക്കോട്ടായി